ഹലോ, ഞാൻ ശില്പ ഡയറ്റീഷ്യൻ, ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡയബറ്റോളജിസ്റ്റ് ആൻഡ് ഫിസിഷ്യൻ ഡോക്ടർ ഷാജി സാറാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് ഒബിസിറ്റിനെ കുറിച്ചാണ്. സാർ, എന്താണ് ഒബിസിറ്റി? ഒബിസിറ്റി എന്ന് പറഞ്ഞാൽ പൊണ്ണത്തടി. നമ്മളെല്ലാം പറയും പൊണ്ണത്തടി. പൊണ്ണത്തടി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ നിർവചിച്ചിരിക്കുന്നത് BMI അടിസ്ഥാനത്തിലാണ്. BMI എന്ന് വെച്ചാൽ ബോഡി മാസ് ഇൻഡെക്സ്. ബോഡി മാസ് ഇൻഡെക്സ് ഒരാളുടെ ഹൈറ്റും വെയിറ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ. അതാണ് BMI കാൽക്കുലേറ്റ് ചെയ്യാനുള്ള വളരെ ഒരു ചിലവുമില്ലാത്ത ഒരു ടെസ്റ്റാണ് BMI. ഈ BMI അടിസ്ഥാനത്തിലാണ് നമ്മൾ പൊണ്ണത്തടിയെ നിർവചിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരാളുടെ BMI നമ്മളെ ഇന്ത്യൻസിന് 23 വേണ്ടത്. 23-നും 25-നും ഇടയ്ക്കാവുമ്പോൾ അവർ തടി തുടങ്ങിയെന്ന് നമ്മൾ മനസ്സിലാക്കണം. 25-ന് മുകളിൽ നമ്മൾ പൊണ്ണത്തടി ആരംഭിച്ചു എന്ന് മനസ്സിലാക്കുകയും 30-ന് മുകളിൽ ഗ്രേഡ് 1 ഒബിസിറ്റിയാണ്, 35-ന് മുകളിൽ ഗ്രേഡ് 2 ഒബിസിറ്റി, 40-ന് മുകളിൽ ഗ്രേഡ് 3 ഒബിസിറ്റിയാണ്. തീർച്ചയായിട്ടും 35-ന് മുകളിലുള്ള BMI ഉള്ള ആളുകളെ ചികിത്സയ്ക്ക് വിധേയരാക്കേണ്ടതാണ്. പൊണ്ണത്തടി മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് സാർ? പൊണ്ണത്തടി മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, അതായത് എല്ലാ ജീവിതശൈലി രോഗങ്ങളും പൊണ്ണത്തടിയോടൊപ്പം ഉണ്ടാകുന്നതാണ്. പ്രഷർ കൂടാം, പ്രമേഹം വരാം, ഹാർട്ട് അറ്റാക്ക് വരാം, സ്ട്രോക്ക് വരാം. തടി കൂടുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് മുട്ടിൻ്റെയും ഹിപ്പിൻ്റെ എല്ലാം ജോയിൻറ്റുകൾക്ക് തേയ്മാനം വന്നിട്ട് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരാം. എല്ലുകളുടെ കട്ടി കുറഞ്ഞിട്ട് ഫ്രാക്ചേഴ്സിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ പൊണ്ണത്തടിയുള്ള ആളുകൾക്ക് സ്ലീപ്പ് ഡിസ്റ്റർബൻസ്, ഉറക്കത്തിനുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. സ്ലീപ്പ് അപ്നിയ, ഉറക്കത്തിൽ ശ്വാസം മുട്ടുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഈ പൊണ്ണത്തടിയോടൊപ്പം ഉള്ളതാണ്. ഇതിൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ് ഉള്ളത്? അതായത് പൊണ്ണത്തടി ചികിത്സിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പൊണ്ണത്തടി ചികിത്സിക്കണം. മുമ്പെല്ലാം പൊണ്ണത്തടി ഉള്ളവരെ, ഇപ്പം 40-ന് മുകളിൽ BMI ഉള്ളവരെ നമ്മൾ ഓപ്പറേഷന് വിധേയരാക്കാറുണ്ടായിരുന്നു. സർജറി ചെയ്യും, അതായത് വയറിൻ്റെ അളവ് കുറയ്ക്കുകയും നമ്മുടെ വയറിൽ നിന്ന് പോകുന്ന ചെറുകുടലിൻ്റെ കട്ട് ചെയ്തിട്ടുള്ള ഓപ്പറേഷനുകളെല്ലാം ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പം ഓപ്പറേഷനേക്കാൾ ഇമ്പോർട്ടൻ്റ് നമുക്ക് മരുന്നുകൾ കൊണ്ട് ഇത് ചികിത്സിക്കാമെന്നുള്ളതാണ്. മരുന്നുകൾ ഗുളിക രൂപത്തിലുമുണ്ട്, ഇഞ്ചക്ഷൻ രൂപത്തിലുമുണ്ട്. നമ്മളെ ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണയിൽ ഗുളികയും ഇഞ്ചക്ഷനും കൊടുത്ത് നമ്മൾ ചികിത്സിക്കാറുണ്ട് ഈ പൊണ്ണത്തടി ചികിത്സിച്ചിട്ട് ഈവൻ 10 തൊട്ട് 20 കിലോ വരെ ഭാരം കുറഞ്ഞ ആളുകൾ രോഗികൾ നമുക്കുണ്ട്. ഇതിൻ്റെയൊക്കെ സൈഡ് എഫക്ട്സ് എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് ഇപ്പോൾ ഒരു 110-120 കിലോ വെയിറ്റ് ഉള്ളവർ 100 കിലോയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രയാസങ്ങളുണ്ട്. അത് ചില രോഗികളിൽ ഭക്ഷണം വളരെയധികം കുറയ്ക്കാം. ഈ ചികിത്സയുടെ ആദ്യത്തെ പടി തന്നെ ഭക്ഷണ നിയന്ത്രണമാണ്. ഭക്ഷണ നിയന്ത്രണം എന്തായാലും വേണം, അതിൻ്റെ കൂടെ എക്സസൈസ് വേണം. സാധാരണ നിലയ്ക്ക് ഈ പൊണ്ണത്തടി ഉണ്ടാകുന്ന ആളുകൾ കൂടുതലായിട്ട് ഇരിക്കുന്ന ആളുകളാണ്, ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളാണ്. നമ്മൾ വ്യായാമമുള്ള ജോലികൾ അല്ലെങ്കിൽ ആയാസമുള്ള ജോലികളിലുള്ളവർക്ക് വലിയ പൊണ്ണത്തടി ഉണ്ടാകാറില്ല. കൂടുതൽ ഇരിക്കുന്ന ആളുകൾക്കാണ് പൊണ്ണത്തടി കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ അവർ ഈ പെട്ടെന്ന് വെയിറ്റ് കുറയുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, അതായത് വൈറ്റമിൻ ഡെഫിഷ്യൻസീസ്, ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അതെല്ലാം നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. സീരിയസ് ആയിട്ടുള്ള സൈഡ് എഫക്റ്റ് ഒന്നും ഈ ഗുളികയിലും ഇഞ്ചക്ഷനിലും നമ്മൾ കാണാറില്ല. പൊണ്ണത്തടിയെക്കുറിച്ചുള്ള ഏകദേശ രൂപം കിട്ടിക്കാണുമല്ലോ. നമ്മളെ BMI നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന രോഗികളെ നമ്മുടെ ശില്പ BMI നോക്കിയിട്ട് അവരെ ഈ കാറ്റഗറൈസ് ചെയ്യാറുണ്ട്. BMI കൂടിയ ആളുകൾക്ക് ചികിത്സ നിർദ്ദേശിക്കാറുണ്ട്. ചികിത്സ ചെലവ് കുറച്ച് കൂടുതലാണ്. ഗുളികയായാലും ഇഞ്ചക്ഷൻ ആയാലും എല്ലാം കുറച്ച് ചെലവ് കൂടിയ ചികിത്സകളാണ് ഈ പൊണ്ണത്തടി കുറയ്ക്കാനുള്ള ചികിത്സകൾ. അപ്പം കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെയോ അല്ലെങ്കിൽ ഡയറ്റീഷ്യനായിട്ടുള്ള ശില്പയോ സമീപിക്കാവുന്നതാണ്. നന്ദി, നമസ്കാരം.